നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രുക്മിണി ദേവി മഹാലക്ഷ്മിയുടെ അവതാരമായിരുന്നുവെങ്കിൽ രാധാറാണി ആരുടെ അവതാരമാണ്? ഒരിക്കൽ പ്രഭു ശ്രീരാമൻ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം മാതാ സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു. തുടർന്ന് മാതാ സീത തന്റെ മക്കളോടൊപ്പം കുറച്ചു വർഷം വനത്തിൽ ജീവിച്ചു. ഈ കാലയളവിൽ പ്രഭു ശ്രീരാമൻ ഒരു വലിയ യാഗം നടത്താൻ തീരുമാനിച്ചു. എന്നാൽ പാരമ്പര്യം അനുസരിച്ച് ഒരു യാഗം ചെയ്യുമ്പോൾ ഭാര്യ കൂടെയില്ലാതെ യജ്ഞവേദിയിൽ ഇരിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ മാതാ സീതയുടെ ഒരു സ്വർണ്ണ വിഗ്രഹം അദ്ദേഹം ഉണ്ടാക്കി തന്റെ അരികിൽ വെച്ചു. യാഗം കഴിഞ്ഞപ്പോൾ ആ സ്വർണ്ണ രൂപത്തിലുള്ള മാതാ സീത ശ്രീരാമന്റെ തന്റെ പ്രിയപ്പെട്ട സീതാദേവി നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രഭു ശ്രീരാമൻ ആ സ്വർണ്ണ വിഗ്രഹം നദിയിൽ ഒഴുക്കി കളയാൻ തീരുമാനിച്ചു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ആ സ്വർണ്ണ രൂപത്തിലുള്ള മാതാ സീത ഭഗവാൻ ശ്രീരാമനോട് സംസാരിച്ചു തുടങ്ങി. സ്വാമി, അങ്ങ് നമ്മെ അങ്ങയുടെ ജീവിതത്തിൽ നിന്ന് വേർപെടുത്തി കഴിഞ്ഞു. ഈ രൂപത്തിലെങ്കിലും നമ്മെ അങ്ങയുടെ അരികിൽ കഴിയാൻ അനുവദിക്കൂ. അപ്പോൾ പ്രഭു ശ്രീരാമൻ മറുപടി പറഞ്ഞു, ദേവി, അവിടുന്ന് എന്നിൽ നിന്ന് എത്ര വർഷം അകന്നു നിന്നോ അത്രയും വർഷം ദേവി നമ്മളോടൊപ്പം ഉണ്ടാകും. എന്നാൽ ഈ ജന്മത്തിലല്ല, അടുത്ത ജന്മത്തിൽ. മിത്രങ്ങളെ, നിങ്ങൾ കലിയുഗ സാഗയുടെ ദൃശ്യങ്ങൾ കാണുന്നുണ്ടെന്നറിയാം. പക്ഷേ അതിൽ കുറച്ചു പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കലിയുഗ സാഗയെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ ദ്വാപര യുഗത്തിൽ ആ സ്വർണ്ണ രൂപത്തിലുള്ള മാതാ സീത രാധയായി ജനിച്ചു. അവൾ ശ്രീകൃഷ്ണനോടൊപ്പം 11 വർഷം ജീവിച്ചു. ഒന്നിലധികം ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും രാധയുടെയും കൃഷ്ണന്റെയും തമ്മിലുള്ള ബന്ധം വ്യത്യസ്ത രീതികളിൽ വിവരിച്ചിട്ടുണ്ട്. ചില കഥകളിൽ രാധയും കൃഷ്ണനും തമ്മിലുള്ള വേർപാട് അവരുടെ യൗവനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മധുരയിലേക്ക് പോകുമ്പോൾ സംഭവിച്ചതായി പറയുന്നു. ശ്രീകൃഷ്ണന് 11 വയസ്സുള്ളപ്പോഴാണ് മധുരയിലേക്ക് പോയതെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതിനുശേഷം അവർ വീണ്ടും കണ്ടുമുട്ടിയതായി മിക്ക ഗ്രന്ഥങ്ങളിലും പറയുന്നില്ല. അതിനാൽ അവർ ഒരുമിച്ച് കഴിഞ്ഞത് ഏകദേശം 11 വർഷക്കാലം മാത്രമാണ്. ആ സ്വർണ്ണ വിഗ്രഹത്തിന്റെ രൂപത്തിൽ നിലനിന്നിരുന്ന അതേ ദിവ്യ ശക്തിയായിരുന്നു രാധാറാണി. അതുകൊണ്ടാണ് പലരും രാധയെ മറ്റൊരു യുഗത്തിൽ തന്റെ നാഥനോടൊപ്പം ചേർന്ന് നിത്യശക്തിയായി കണക്കാക്കപ്പെടുന്നത്. രാധാറാണിയുടെയും രുക്മിണി ദേവിയുടെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് ശ്രീ രാധാകൃഷ്ണ എന്ന് ടൈപ്പ് ചെയ്യുക. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.